എന്റെ കൊട തന്നിട്ട് പോടാ കള്ള. നീ ഇത് എന്റെ കൂടെയാണ്. ഞാൻ ഭഗവാനോട് താങ്ക്സും പറഞ്ഞു കഴിഞ്ഞിരിക്കാം. എന്താ തനിക്ക് പറഞ്ഞു മനസ്സിലാവില്ലേ? ഇത് ലേഡീസിന്റെ കൊടയാ. ഇത് എന്റെ കൂടെയാ. പിന്നെ ഈ കുട എന്റെ കയ്യിലിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ കുട എന്റേതാണെന്നാ. പിന്നെ ഇത് എന്റെ കൂടെയാ. അതിന്റെ അർത്ഥം കുടയ്ക്കും അറിയാം ഒരു സൈക്കോ പെൺകുട്ടിക്കാളും കിരണിന് ഇതിന്റെ ആവശ്യമില്ല. ഒന്നും പറയണ്ട, എനിക്ക് നന്നായിട്ട് അറിയാം ഇത് എന്റെ കൊടയാണെന്ന്. അതിന് എന്ത് തെളിവാ ഉള്ളേ? അതെ തെളിവ് നോക്കാം. അവസരമാണെങ്കിലും അല്ലെങ്കിൽ കുടയായാലും ശരി, അത് സ്വന്തമാക്കുന്നവർക്കുള്ളയാ. എനിക്കറിയില്ല നീ എന്തൊക്കെയാ ഈ പറയുന്നെന്ന്. എനിക്കൊന്നും അറിയണ്ട. നിനക്ക് എങ്ങനെയാ മനസ്സിലാവുന്നേ? എന്റെ പുറകെ നടക്കാനല്ലേ ബുദ്ധി മുഴുവൻ ഉപയോഗിക്കുന്നേ. ഇപ്പൊ ഈ കുടയുടെ പേരും പറഞ്ഞു. വാവ്, ശരിക്കും ഭ്രാന്താ. ഭ്രാന്തം. ഒരു മിനിറ്റ്, എനിക്ക് ഒരു കൊട മാത്രം ഉള്ളത്. ഇങ്ങനെ പിടിച്ച് വലിച്ചത് ഓടിയും. എനിക്ക് എന്റെ കൊട തിരിച്ചു തരുമോ? മഴ നനഞ്ഞ എനിക്ക് പനി പിടിക്കും. നിന്റെ ആക്ടിങ് കാണാൻ നല്ല രസമുണ്ട്. വെരി സ്മാർട്ട്. ഞാൻ എന്താ നനയണോ? എന്നാ ശരി, എവിടെയാ നിന്റെ കാറ്? ഞാൻ നിന്റെ കാറിന്റെ അടുത്ത് കൊണ്ടുവിടാം. അത് കഴിഞ്ഞ് എനിക്ക് എന്റെ കൊട തിരിച്ചു തന്നോടാം. കാരണം ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. എനിക്കാ ഇതിന്റെ ആവശ്യം കൂടുതൽ. എന്റെ കാർ നിന്റെ ഈ 3rd ക്ലാസ് സൊസൈറ്റിയിലേക്ക് വന്നപ്പോഴേ കേടായി പോയി. ഒരു കാര്യം ചെയ്യാം, ഞാൻ മെക്കാനിക്കിന്റെ അടുത്തേക്ക് പോവാ. നീ എന്നെ അവിടെ കൊണ്ടുപോയി വിട്ടേക്ക്. കൂടെ ഞാൻ തന്നേക്കാം. വരുന്നോ നീ? നടക്ക്. ഓക്കേ. ഇവിടേക്കാ പോണ്ടേ? നിനക്ക് ഏത് സ്ഥലത്തേക്കാ പോണ്ടേന്ന് അറിയില്ലേ? എനിക്ക് ഇങ്ങോട്ടല്ല അങ്ങോട്ടാ പോവേണ്ടേ. എന്തൊരു കൺഫ്യൂസിംഗ് ആളാ ഇയാള്. എന്തായി ചെയ്യുന്നേ? ഞാൻ മഴ നനയാ. ഞാനും മഴ നനയല്ലേ? അല്ലൊരു കാര്യം പറഞ്ഞേ, പോലീസ് നിന്നെ വെറുതെ വിട്ടത് എങ്ങനെയാ? നീ എന്നെ രക്ഷിക്കാൻ ഓടി ഓടി വന്നില്ലേ? താങ്ക് യു സോ മച്ച് മിസ്റ്റർ നമ്പ്യ. വാട്ട് റബിഷ്. നീ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? എന്നിട്ട് രക്ഷിക്കാൻ ഞാൻ വരണമായിരുന്നോ? വൗ. അറിയാമായിരുന്നു, അതുകൊണ്ടല്ലേ നിന്നെ ഫോൺ ചെയ്യാതിരുന്നത്. പക്ഷെ നീ ഒരു കാര്യം മറന്നു പോവാ. നിന്നെ രക്ഷിച്ചത് ഒരു നമ്പർ തന്നെയായിരുന്നു. അദ്ദേഹം വളരെ വിവരമുള്ള, മെച്ചുറായ, കെയറിംഗ് ആയിട്ടുള്ള ഒരാളാണ്. എന്നാൽ നിനക്ക് ഒരിക്കലും അങ്ങനെ ആവാൻ സാധിക്കില്ല. ജോൺ, ജോൺ, ഗീസർ ഓണാക്ക. അല്ല, നീ വീണ്ടും എന്നെ ടച്ച് ചെയ്യാണോ? ആക്ച്വലി നിന്റെ പ്രോബ്ലം എന്താടി? ആദ്യം എന്റെ ബോഡിയെ തൊട്ടുരുമി നിൽക്കും, അത് കഴിഞ്ഞ് എന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ പറയും എന്റെ മുഖം കാണുന്നത് വെറുപ്പാണെന്ന്. ലായാർ നോക്കിയേ, ഇന്നസെന്റ് ചമ്മ ഞങ്ങൾ നിക്കാ. ആ നീ അങ്ങ് സമ്മതിക്കുമോളെ, എന്നോടുള്ള ആരാധന മൂത്ത് നിനക്ക് ഭ്രാന്തായിന്ന്. അതെ, എനിക്ക് നിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ സമ്മതിച്ചു തരാനുണ്ട്. ആദ്യത്തേത്, നീ ശരിക്കും ഒരു മന്ദബുദ്ധി കോവർ കഴുതയാണെന്നുള്ള കാര്യം. ഏത് സമയത്തും സ്വയം പുകഴ്ത്തൽ മാത്രം. നിനക്ക് മറ്റുള്ളവരെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. ആദ്യം നീ എന്റെ കൊട മോഷ്ടിച്ചു, എന്നിട്ട് വരുന്ന വഴി മുഴുവൻ എന്റെ കൊടയ്ക്ക് വേണ്ടി എന്നോട് തന്നെ വഴക്കിട്ടു. മറ്റുള്ളവരുടെ സാധനങ്ങൾ പിടിച്ചു വാങ്ങുന്നത് നിനക്ക് വലിയ ഇഷ്ടമല്ലേ? പിന്നെ മറ്റൊരു കാര്യം കൂടി നിന്നോട് പറയാതിരിക്കാൻ വയ്യ. നിന്നെ പോലെ ഇത്രയും അഹങ്കാരിയായ ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിപ്പോ സ്നേഹത്തോടെ അല്ല സംസാരിക്കുന്നത്. എനിക്ക് നിന്നോട് ദേഷ്യം മാത്രമേ ഉള്ളൂ. കാരണം നീ എന്റെ ഈ കൊടയെ നശിപ്പിച്ച് നാമാവശ്യം. വീണ്ടും എക്സ്ക്യൂസസ്. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ സ്റ്റെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോ. യു ജസ്റ്റ് ഡു ഇറ്റ്. അതിനെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഓ,
നിനക്കിനി കാശ് വേണോ അല്ലേ? പറഞ്ഞോ, നിന്റെ ഈ ചീപ്പ് കൊടുക്ക എത്ര കാശ് വേണോന്ന്? ഒന്ന് നിർത്തുന്നുണ്ടോ? നിന്റെ ഈ പൈസയുടെ തലക്കന നീ എന്റെ അടുത്ത് കാണിക്കരുത്. നിന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് എനിക്കറിയാം. എന്റെ കയ്യിലാണെങ്കിൽ അതൊട്ട് ഇല്ലതാനും. പക്ഷെ എനിക്ക് സ്വയം അധ്വാനിച്ച് ആ പൈസ ഉണ്ടാക്കാൻ കഴിയും. നീ എനിക്ക് ഫ്രീ ആയിട്ട് തരുന്ന പൈസയുടെ ആവശ്യം എനിക്കില്ല. ഇവർ രണ്ടുപേരും എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? രണ്ടുപേരും നനഞ്ഞു നിൽക്കുകയാണല്ലോ. ഇനി ഈ കൊട അത് നിന്റെ കൈ തന്നെ വെച്ചോ. ഈ കൊടയും നിന്റെ സ്വഭാവം പോലെ വളഞ്ഞതാ. ഇത് ഞാൻ തന്ന ഗിഫ്റ്റ് ആണെന്ന്. എന്റെ ഭഗവാനെ, നിങ്ങള് രണ്ടാളും ആകെ നനഞ്ഞിരിക്കുകയാണല്ലോ. മോളൊരു കാര്യം ചെയ്യേ, അകത്ത് പോയി ഒരു ടവൽ എടുത്ത് തല തുവർത്ത് ഞാൻ രാധയോട് പറഞ്ഞ് നിനക്ക് വസ്ത്രങ്ങൾ കൊണ്ടുവരാം. രാധയുടെ ഡ്രസ്സോ അമ്മേ? ജസ്റ്റ് ലുക്ക് അറ്റ് ഹർ. ഇവളെ പോലുള്ള ഒരു സാധാരണ പെണ്ണിന് നമ്മുടെ രാധയുടെ മോഡേൺ ഡ്രസ് എങ്ങനെയാ ചേരുന്നത്? ഇവൻ പറയുന്നൊന്നും മോള് ശ്രദ്ധിക്കാനേ പോകണ്ട. വായി വരുന്ന ഒക്കെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ കാർത്തികയോട് പറയാം, അവൾ നിനക്ക് സൽവാർ എടുത്തു തരും ഇടാൻ വേണ്ടിട്ട്. മോളെ നീ അകത്തേക്ക് വേഗം പോ, അല്ലെങ്കിൽ ജലദോഷം പിടിക്കും. ഓഹോ മൈ സണ്ണി ബോയ്, എനിക്കേ ഒരു തെറ്റ് പറ്റിപ്പോയി. ആക്ച്വലി ഞാൻ ഈ പെൺകുട്ടിയെ രോഹിതിന് വേണ്ടി ആലോചിച്ചത്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു നീ ഈ പെൺകുട്ടിയായിട്ട് ചുറ്റിക്കളി നടത്തുകയായിരുന്നു. നോ 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 മേ, എനിക്ക് അവളോട്ട് യാതൊരു അഫെയറും ഇല്ല. ഡോണ്ട് ഈവൻ തിങ്ക് ലൈക്ക് ദാറ്റ്. അത് മോനെ, നിനക്ക് സമ്മതിച്ചു തരാൻ കുറെ ബുദ്ധിമുട്ടാണെന്നറിയാം. ആക്ച്വലി മോനെ, ഞാനുണ്ടല്ലോ ഒരുപാട് ലവ് സ്റ്റോറി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഹീറോ, ഹീറോയിൻ, മഴ, പിന്നെ ഒരു കുട കീഴിൽ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മ ഇങ്ങനെയുള്ള സിനിമ കാണുന്നൊന്ന് നിർത്ത് പ്ലീസ്. ഞാനും ആ പെണ്ണും. എന്നാ നീ പറയേ, ഇങ്ങനെ ഒരു കോഇൻസിഡന്റ് എങ്ങനെ സംഭവിച്ചു? അവളും നനഞ്ഞിരിക്കുന്നു, നീയും നനഞ്ഞിരിക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് എൻട്രി, മുഖാമുഖം നോക്കുന്നു. എന്നിട്ടും പറയോ ഒന്നും അറിയില്ലെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ എങ്ങനെയാ വിശ്വസിക്കുക? ഇതല്ല ഈ കുട കാരണം ഉണ്ടായതാ. ലവ് സ്റ്റോറി പോലും. അമ്മ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എനിക്ക് ആ പെണ്ണുമായിട്ട് ഒരു അഫെയറും ഇല്ല. ഇൻഫാക്ട് അവളെ പോലൊരു പെൺകുട്ടിയുമായിട്ട് എനിക്ക് യാതൊരു അഫെയർ ഉണ്ടാവാനും പോകുന്നില്ല. അവളുടെ ഫേസ് എന്താ അമ്മ കണ്ടില്ലേ? എനിക്ക് ലൈഫിൽ ഒരു ത്രില്ല് വേണം, ലഹരി വേണം. അമ്മ ഇവളാണെങ്കിൽ ഷീസ് ലൈക്ക് ആൻ ഐസ് ബക്കറ്റ്. ഞാൻ സമ്മതിച്ചു തരില്ല. പ്രീത വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാ, നല്ല സ്വഭാവമാണ്. ഞാനാണെങ്കിൽ നിനക്ക് വേണ്ടി ഇങ്ങനെ ഒരു പെൺകുട്ടിയാ നോക്കുന്നത്. ജീവിതത്തിൽ ഉല്ലസിക്കുന്നതും കളിയും തമാശയും ഒക്കെ ഒരു പരിധി വരെ മാത്രമേ പാടുള്ളൂ. എന്നെങ്കിലും ഒരിക്കലും സെറ്റിൽഡ് ആകേണ്ടി വരും. നീ സെലക്ട് ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിൽ അവർക്കൊന്നും ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് പ്രീതയെ പോലുള്ള ഒരു പെൺകുട്ടിയാണ് മരുമകളായിട്ട് വേണ്ടത്. രോഹിത് ചേട്ടന് വേണമെങ്കിൽ ആലോചിച്ചോ. എനിക്ക് ചേർന്ന പെണ്ണല്ല അവള്. അല്ല, നിന്റെ രോഹിത് ചേട്ടന് വേണ്ടി ഞാൻ കുറെ പെൺകുട്ടികളെ നോക്കുന്നുണ്ട്. ഈയിടെയായിട്ട് ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോഗ്രാഫ് ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് കൊടുത്തു. പക്ഷെ അവൻ കല്യാണ കാര്യം ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നതേ ഇല്ല. അമ്മയെ കൊണ്ട് ഒരു രക്ഷയുമില്ല. ഏത് പെൺകുട്ടിയെ കണ്ടാലും അവളെ മരുമകളാക്കണം നിന്റെ അമ്മയ്ക്ക്. എന്തിനാ ഇത്രയും ഡെസ്പറേറ്റ് ആകുന്നത്? രോഹിത്തിനെ കല്യാണം കഴിപ്പിക്കാൻ ആ സ്റ്റുപ്പിഡ് ഫിസിയോയെ മരുമകളാക്കാൻ ആഗ്രഹിക്കുക. അമ്മയോടൊന്നും പറയാത്തത്. ഐ മീൻ അച്ഛമ്മയുടെ പൊന്നാര മരുമകളല്ലേ അമ്മ. അച്ഛമ്മക്ക് കൺട്രോൾ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. കണ്ടില്ലേ അമ്മ എന്നെ കഷ്ടപ്പെടുത്തുന്നത്? എന്നിട്ടും അച്ഛമ്മ ഒന്നും പറഞ്ഞില്ല. രാധികയെ ഞാൻ പിന്നീട് ശരിയാക്കിക്കോളാം. ആദ്യം നീ ഇത് പറ, പ്രീതിയോടൊപ്പം ഒരു കുടക്കീഴിൽ നീ എന്ത് ചെയ്യുകയായിരുന്നു? അച്ഛമ്മേ, ഞാൻ അവളെ വീട്ടിൽ നിന്ന് കിക്ക് ഔട്ട് ചെയ്യാനുള്ള എല്ലാ പ്ലാനും ആലോചിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ എനിക്കതിന് കാർത്തികയുടെ സഹായം വേണ്ടിവരും. അത്രയും ദിവസം കൂടി അവളെ സഹിക്കണോ? നോക്ക് സർല, എനിക്ക് മനസ്സിലാവാത്തത് അവർ ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടെന്ന് തന്നെയാണ്. അമ്മ തന്നെ പറഞ്ഞേ, എനിക്ക് വേറെ ആരാമ്മയുള്ളത്? ശരിയാ, എനിക്കറിയാം നീ എന്താ ചിന്തിക്കുന്നേന്ന്. നിനക്ക് വീണ്ടും 2 കുട്ടികളെയും നഷ്ടപ്പെട്ടാലോ എന്ന് ഓർത്തിട്ടാ. പക്ഷെ മോളെ, കുറച്ച് സമാധാനത്തോടെ സ്നേഹത്തോടെ. നിനക്കറിയാലോ സൃഷ്ടിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന്. ഇനി പ്രീതയും ഇനി ഇവിടെ എന്ത് നടക്കും? അമ്മ പറയേ, ഞാൻ എന്ത് ചെയ്യണായിരുന്നു? ഞാൻ വളരെ സ്നേഹം കാണിച്ച് അവരോട് പറയുകയാണെങ്കിൽ അവർ ഇതൊക്കെ തന്നെയല്ലേ കരുതൂ. ഞാൻ നാടകം കളിക്കുകയാണെന്ന്. എന്തുമാത്രം വെറുപ്പമ്മേ അവർക്ക് അവരുടെ അമ്മയോട്. അവരുടെ കണ്ണുകളിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് എന്റെ 4 മക്കളെ നന്നായിട്ടറിയാം. പ്രിയ, ബുൾബുൾ, പ്രീത, സൃഷ്ടി. അവർക്ക് അവരുടെ അഭിമാനാണ് വലുത്. ഞാൻ ചോദ്യം ചെയ്താലേ അവരിവിടെ നിൽക്കാൻ തയ്യാറാകൂ. അതുകൊണ്ട് അമ്മ ഞാൻ അങ്ങനെ ചെയ്തത്. അവരെ മാറോട് ചേർക്കുന്നതിന് പകരം ഞാൻ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തു. എനിക്കറിയായിരുന്നു അവരെന്നെ സ്വീകരിക്കില്ലെന്ന്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുമ്പോഴെങ്കിലും അവരിവിടെ നിൽക്കാൻ തയ്യാറാകുമെന്ന് എനിക്കറിയാമായിരുന്നു. വാടക തരാൻ വേണ്ടി അമ്മയ്ക്ക് അറിയാലോ
കൊച്ചു കുട്ടികളായിരുന്നപ്പോഴേ എന്റെ അടുത്ത് നകന്നു പോയതാ. ഞാൻ എന്തുമാത്രം ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ഓരോ നിമിഷവും ഏത് നേരവും. ഇന്ന് അവരെന്റെ കൺമുമ്പിലുണ്ട്. ഞാൻ എന്നെ എന്തുമാത്രം നിയന്ത്രിച്ചെന്നറിയാമോ അമ്മേ? അവരെ സ്നേഹിക്കാനും ലാളിക്കാനും മാറോട് ചേർക്കാനും ഒക്കെ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചെന്നറിയാം അമ്മേ. പക്ഷെ ഞാനത് ചെയ്തില്ല. അവരിവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി. അവർക്ക് ഞാനല്ലാതെ മറ്റാരും ഇല്ല അമ്മേ ഈ നഗരത്തിൽ. എന്നിട്ട് അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാനും പോലും എനിക്ക് പറ്റുന്നില്ല അമ്മേ. എന്തൊരമ്മയാണ് ഞാൻ, എന്തൊരമ്മ. നീ വളരെ നല്ല അമ്മയാണ്. എന്നോട് ചോദിക്ക്, നിന്നെ പോലെ ഒരു അമ്മയെ കാണാൻ കഴിയില്ല. നിന്റെ മക്കൾ നിന്റെ സ്നേഹം തീർച്ചയായും തിരിച്ചറിയും. എല്ലാം ശരിയാവും അല്ലേ അമ്മേ? ആ, എല്ലാം ശരിയാകും, എല്ലാം ശരിയാകും മോളെ. അമ്മ ചായ കുടിക്ക്. സൃഷ്ടി, എവിടെ പോകുന്നു മോളെ നീ ഒറ്റയ്ക്ക്? മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയോട് പറയുമായിരുന്നു, പക്ഷെ ഈ സ്ത്രീ അറിയാൻ പാടില്ല ഞാൻ എവിടെയാ പോകുന്നതെന്നും എന്തിനാ പോകുന്നതെന്നും. അമ്മയല്ലേ പറഞ്ഞത് എല്ലാം ശരിയാകുമെന്ന്. എങ്ങനെ ശരിയാകും? എങ്ങനെ ശരിയാകാൻ അമ്മേ? എങ്ങനെ ശരിയാകും? എങ്ങനെ ശരിയാകും? ആ കൊടയിന് നന്നാക്കി എടുക്കാനൊന്നും പറ്റില്ല. പുതിയത് തന്നെ വാങ്ങേണ്ടി വരും. അത്രയ്ക്ക് നാശമായിപ്പോയി. എങ്ങനെയെങ്കിലും കാശ് മെച്ചം പിടിക്കാൻ നോക്കായിരുന്നു. അപ്പോഴതേ വാവ് പ്രീത, എന്നെക്കാളും ഈ ചുരിദാർ നിനക്കാ ചേരുന്നത് കേട്ടോ. ശരിക്കും. പക്ഷെ ഋതികയുടെ ചുരിദാർ ഇട്ടപ്പോഴാ എനിക്ക് മനസ്സിലായത് ഞാൻ ഋതികയെക്കാളും പൊക്കം കുറവാണെന്ന്. ഋതികയ്ക്ക് അറിയോ, എനിക്കൊരു കുഞ്ഞനിയത്തിയുണ്ട്. അവൾക്ക് എന്നെക്കാളും പൊക്കം കൂടുതലാ. റിയലി? അതേന്ന്. ബൈ ദ വേ, നീ കൈവച്ചിരിക്കുന്ന ഈ ഫോട്ടോസ് ആരുടെയാണെന്ന് അറിയാവോ നിനക്ക്? ഇത് എവിടുന്നോ പറന്നു വന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം ഇത് എന്താണെന്ന്. രോഹിത് ചേട്ടന് വേണ്ടി ചൂസ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോസ് ആണിത്. മാമി അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് രോഹിത് ചേട്ടൻ ഇത് കണ്ട് ഒരു പെൺകുട്ടിയെങ്കിലും ഇഷ്ടപ്പെടാൻ വേണ്ടിയാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ ഫോട്ടോസ് ചേട്ടന് കൊണ്ടുപോയി കൊടുക്കാം. ഞാൻ എന്നിട്ട് ചേട്ടനെ ഒന്ന് ഫോഴ്സ് ചെയ്യാം. ഇന്ന് തന്നെ എനിക്ക് വേണ്ടി ഒരു ഏട്ടത്തിയെ സെലക്ട് ചെയ്യാൻ പറയും. നല്ല രസമായിരിക്കും ചേട്ടനെ ചുമ്മാ ഒന്ന് വട്ട് കളിപ്പിക്കാൻ. വാ പോവാം. ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ പറയുന്നതിനൊക്കെ കൂടെ നിന്നാ മതി. വാ എന്റെ കൂടെ. ലെറ്റ്സ് ഗോ, കം ഓൺ. ഋതിക, ഞാനെങ്ങനെ? താനോ? എന്തു പറ്റി? മഴ നനഞ്ഞോ? ഇങ്ങനെ ടവലൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു. അതെ, ഞാൻ മഴ നനഞ്ഞു. ഞാൻ അവൾക്ക് എന്റെ ഡ്രസ്സ് കൊടുത്തു മാറാനായിട്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ്. അപ്പൊ എന്താ ഇമ്പോർട്ടന്റ് എന്ന് പറയാ? ഇമ്പോർട്ടന്റ് ആണ് ഈ ഫോട്ടോഗ്രാഫ്സ്. എന്റെ കയ്യിലും പ്രീതയുടെ കയ്യിലും ഇരിക്കുന്നു. അപ്പൊ പുതിയ അണ്ടർ കവർ ഓപ്പറേഷൻ എന്താ നടക്കുന്നത് ഇവിടെ? അണ്ടർ കവർ ഓപ്പറേഷൻ ഒന്നും അല്ല ചേട്ടാ. ആക്ച്വലി ഇതിലെ ഒരാളാ ചേട്ടന്റെ ജീവിതത്തിൽ പങ്കാളിയായിട്ട് വരാൻ പോകുന്നത്. ചേട്ടനെ സെലക്ട് ചെയ്യുന്നത്. നീ പോയ ഇവിടുന്ന്. നിൽക്ക്, ഞാൻ പറയുന്ന ആദ്യം ഒന്ന് കേക്ക്. ഇതാ, താനും കൂടെ ഒരു ചേർന്നോ? മിനിറ്റ്. പ്രീത, ഒരു കാര്യം പറഞ്ഞേ. അഥവാ നിന്നോടൊരു പെൺകുട്ടിയെ ചൂസ് ചെയ്യാൻ പറഞ്ഞാ നീ ആരെ ചൂസ് ചെയ്യും? അതെ, ഇനിയുണ്ടല്ലോ ഫോട്ടോസ് നോക്കാൻ. കൊറേ ഫോട്ടോസ് ഉണ്ട്. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ചേട്ടാ, ഒരു മിനിറ്റ് പ്ലീസ്. ബാക്കി ഫോട്ടോസ് കൂടി നീ നോക്ക്. പേടിക്കൊന്നും വേണ്ട. നിന്റെ അഭിപ്രായം ചോദിക്കുന്നതേ ഉള്ളൂ. ചൂസ് ചെയ്യ പെട്ടെന്ന്. ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ? എന്റെ ഭഗവാനെ, ചേട്ടന് പറയുന്ന അനുസരിക്കാൻ വയ്യേ. ആക്ച്വലി ചേട്ടൻ എപ്പോഴും ബിസി അല്ലേ, സെലക്ട് ചെയ്യാൻ ഒന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ തന്നെ അങ്ങ് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നൊരു കാര്യം, ചേട്ടനൊരു കാര്യം അറിയാവോ? പ്രീതിയുടെ ജഡ്ജ്മെന്റ് വളരെ സ്ട്രോങ് ആ. ഫോട്ടോ കണ്ടു തന്നെ പറഞ്ഞു കളയും പെൺകുട്ടിക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്നും ഇല്ലെന്നും. കമോൺ പ്രീത, ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ? പറയുന്നേ. ഇതിന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ ഈ പെൺകുട്ടിയാവും സെലക്ട് ചെയ്യാ. ഈ കുട്ടിയുടെ മുഖത്ത് ഒരു ലാളിത്യമുണ്ട്. പിന്നെ ക്ഷമയുള്ള കൂട്ടത്തിലാണെന്നും തോന്നുന്നു. നിന്നെ പോലെ തന്നെ. ഈ കുട്ടിയെ കണ്ടിട്ട് തോന്നുന്നത് ഇവൾ ശരിക്കും വീട്ടുകാരെ വളരെ കെയർ ചെയ്യുന്നവളായിരിക്കുമെന്ന്. തന്നെയുമല്ല, ഈ കുടുംബത്തിന് ചേരുന്ന പെണ്ണ. ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോ അത് പറയുന്നത് ഇതാണ്: ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. വാവ് ചേട്ടാ, പ്രീതിയെ കണ്ടിട്ട് ചേട്ടന് തോന്നില്ല അവൾ സ്വന്തം ഡിസ്ക്രിപ്ഷൻ ആണ് പറയുന്നതെന്ന്? ചേട്ടന്റെ ഭാര്യയാകാൻ പോകുന്നവളെ കുറിച്ച്. അയ്യോ അല്ല, ഞാൻ ഈ ഫോട്ടോ കണ്ടില്ല. അല്ല,
റിലാക്സ് റിലാക്സ്. ചേട്ടാ, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാലേ പ്രീത ഇസ് ജസ്റ്റ് പെർഫെക്റ്റ് ഫോർ യു. ചേട്ടന്റെ അതേ ടൈപ്പ് ഇവളും. നിങ്ങൾ ശരിക്കും മീറ്റ് ഫോർ ഈച്ച് അതറാ. ഓക്കേ ഓക്കേ, സോറി ചേട്ടാ, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. വെറുതെ ഇങ്ങനെ. സോറി ചേട്ടാ. ചേട്ടാ ചേട്ടാ സോറി. ഐ വാസ്. തനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നേ. ഒരു മിനിറ്റേ. ആ, ഇത് കറക്റ്റ് ആവും. താൻ തൽക്കാലം ഇതിട്. ഇത് ഞാനെങ്ങനെ? നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇത് കറക്റ്റ് അല്ലേ? ചേട്ടാ, ഇൻ കേസ് ചേട്ടൻ നോട്ടീസ് ചെയ്തില്ലെങ്കിൽ അവൾ നനഞ്ഞ വസ്ത്രങ്ങളല്ല ഇപ്പൊ ധരിച്ചിരിക്കുന്നത്. ഓൾ ഷീ നീഡ്സ് ഇസ് മെഡിസിൻ. അത് ഞാൻ കൊടുത്തോളാം. ചേട്ടൻ ആ ഫോട്ടോഗ്രാഫിൽ മാത്രം ശ്രദ്ധ കൊടുത്താൽ മതി. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഏട്ടത്തെ വേണം. മനസ്സിലായോ? വാ. ഓക്കെ ചേട്ടാ, ടേക്ക് യുവർ ടൈം. ബൈ. ഇതെന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ഞാൻ കൊണ്ടുവരുന്ന ഫ്ലവേഴ്സിന്റെ വെറൈറ്റി കണ്ട് മാഡത്തിന്റെ ഗസ്റ്റ് നോക്കി നിന്നു പോകും. പിന്നെ ഈ കളർ കണ്ടില്ലേ? മാരിഗോൾഡിന്റെയാ. ആൻഡ് കാർണേഷൻ. കോമ്പിനേഷൻ വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇവളെ പുകഴ്ത്തിയ എന്റെ തല കയറും. കുഴപ്പമില്ല, ഇന്നലെ വഴക്ക് തന്നതുകൊണ്ടല്ലേ ഇന്ന് ഇത്ര ഓപ്ഷനുമായിട്ട് വന്നത്. ഞാൻ കേട്ടത് എന്റെ മോളുടെ എൻഗേജ്മെന്റ് ദിവസം തന്നെ 7 ഇവന്റ്സ് നീ മാനേജ് ചെയ്യുന്നുണ്ടെന്നാണല്ലോ കേട്ടത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോടുള്ള സ്നേഹമാണ് എന്റെ വർക്ക് ഇഷ്ടപ്പെടാൻ കാരണം. ഒരിക്കലും അല്ല. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാ നിന്റെ ശ്രദ്ധ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ എന്റെ മോളുടെ എൻഗേജ്മെന്റിന് നിനക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഐ ഡു നോട്ട് ലൈക്ക് അശ്രദ്ധമായി ജോലി ചെയ്യുന്ന രീതി. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോ. ബിക്കോസ് ഐ വാണ്ട് മൈ ഡോട്ടേഴ്സ് എൻഗേജ്മെന്റ് ടു ബി 100% സക്സസ്. ആരാ പറഞ്ഞത് ഇവന്റ് സക്സസ്ഫുൾ ആകില്ല എന്ന്? ഇറ്റ് വിൽ റോക്ക്. ഹൗ? കാരണം ഞാൻ അങ്ങനെ ഒരു അസിസ്റ്റന്റിനെയാണ് മാഡത്തിന് തരുന്നത്. എക്സ്പീരിയൻസ്ഡും ആണ്. 24 hours നിങ്ങളുടെ കൂടെയും കാണും. അതിപ്പോ ആരാ വാൻഡി? കം സൃഷ്ടി. യെസ്. ഹലോ മാം. സീരിയസ്ലി വാൻഡി? ദിസ് ഗേൾ, ഐ മീൻ ലുക്ക് അറ്റ് ഹർ. തീരെ പ്രായമില്ലാത്ത കുട്ടിയാ. എക്സ്പീരിയൻസ്ഡ് ആണെന്ന് തോന്നുന്നില്ല. നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ജോലി ചെയ്യുമെന്ന്? 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവൾക്ക്. 7 വർഷമായിട്ട് എന്റെ കൂടെയാ ജോലി ചെയ്യുന്നത്. ഷീ ഈസ് അമേസിംഗ്. ട്രസ്റ്റ് മീ. എന്തൊക്കെ ഐഡിയാസ് ആണെന്നോ ഇവൾക്ക്. അതൊക്കെ പോട്ടെ, 7 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ പേരും പെരുമയും ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹർ. പിന്നെ ഇതിന്റെയൊക്കെ ഐഡിയാസ്, ഫ്ലാസിന്റെ എല്ലാം എവറിഥിങ് അതെല്ലാം ഇവളുടേതാ. ഓ ശരി ശരി ശരി. ഐ മീൻ പുകഴ്ത്തൽ ഒരുപാടായി. അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഒട്ടും സമയമില്ല. ആൻഡ് ഐ ഡോണ്ട് ഹാവ് ചോയ്സ്. പിന്നെ ഇവളെ കൊണ്ട് എന്തെങ്കിലും ജോലി നിനക്ക് ചെയ്യിക്കാനുണ്ടെങ്കിൽ വേഗം ചെയ്യിക്ക്. ഐ മീൻ ക്വിക്ക്. താങ്ക് യു. ഹരീഷ് ഇങ്ങ് വാ. ഫാൻഡി മാഡം, ഫാൻഡി മാഡം. ഒരു മിനിറ്റ്. താങ്ക് യു സോ മച്ച് എനിക്ക് അവസരം തന്നതിന്. ഞാൻ ഈ കാര്യത്തിലൊന്നും ഒട്ടും എക്സ്പെർട്ട് അല്ല. ഐ മീൻ ഇവന്റിനെ കുറിച്ച് എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. കൂട്ടുകാരുടെ ഫംഗ്ഷനിൽ ഞാനൊരു കൈ നോക്കിയിട്ടുണ്ട്, ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതർവൈസ് എനിക്ക് അത്രയ്ക്ക് അറിവൊന്നുമില്ല. നിനക്കറിയില്ല നിനക്ക് എന്തുമാത്രം കഴിവുണ്ടെന്ന്. നിന്റെ ഏറ്റവും വലിയ കഴിവാണ് നിന്റെ കോൺഫിഡൻസ്. കോൺഫിഡന്റോടെ ചെയ്താ എല്ലാരും നിന്റെ വർക്ക് അംഗീകരിക്കും. എനിക്ക് മാഡത്തിന് ഒരുപാട് പഠിക്കാൻ പറ്റി. ശരിക്കും അതിനു വേണ്ടിട്ട് എന്താ ചെയ്തത് ഇത്രയ്ക്ക് പോഴ്ത്താൻ? മാഡം നല്ല ഒന്നാന്തരം തേപ്പാ. എന്നുവെച്ചാൽ കല്ല് വെച്ച നുണകൾ എന്താ നന്നായിട്ടാ തേച്ചും എനിക്ക് മുമ്പിൽ നിൽക്കുന്ന ആളിനെ വിശ്വസിപ്പിക്കുന്നത്. കേട്ട് നിൽക്കുന്ന ആള് ക്ലീൻ ബോൾഡ് ആവും. നിസ്സാരമായ പൂക്കളെ പറ്റി വാഴ്ത്തിയത് കണ്ടില്ലേ? അത് സഞ്ജീവനി വനത്തിൽ നിന്നും കൊണ്ടുവന്നതുപോലെ. സഞ്ജീവനി വനോ? മാഡം മൃതസഞ്ജീവനെ പറ്റി കേട്ടിട്ടില്ലേ? ഇന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോ ചെറിയൊരു കാര്യത്തിനെ മഹാനാക്കി മാറ്റാനുള്ള കലാവാസന ദൈവം മാഡത്തിന് തന്നിട്ടുണ്ട്. എനിവേസ് ഒരുപാട് ജോലിയുണ്ട്, ഒരുപാട് ഇവന്റ്സും. സോ ഐ എം ലിവിംഗ്. പിന്നെ ഒരു കാര്യം, ആ കവിതയല്ലേ അവര് വളരെ മോശ. ദേഷ്യം വന്നാലേ താടകയായിട്ട് മാറും. സോ അവർക്ക് ദേഷ്യം വരുന്നത് പോലെ ഒന്നും ചെയ്യരുത്. സിംഹത്തിനെ പോലെ അലറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനിക്കിവിടുന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. കവിത കവിത കവിതയുടെ ബാക്കി എന്താ? ഒഫീഷ്യലി ഇവിടെ പണിയെടുക്കേണ്ടതല്ലേ? ഫുൾ നെയിം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അറിയണമല്ലോ ഞാൻ എവിടെയോ പണിയെടുക്കുന്നതെന്ന്. മുത്തശ്ശി, ഇന്നത്തെ മസാജ് കംപ്ലീറ്റ് ആയി. ഇനി മുത്തശ്ശി വിശ്രമിച്ചോളൂ. അല്ല, വേദനയൊക്കെ അപ്രത്യക്ഷമായല്ലോ. എനിക്ക് തോന്നുന്നത് വേദന കുറഞ്ഞെന്നാ. ചിലപ്പോ ഈ കാലാവസ്ഥ കാരണമായിരിക്കാം. ഈ കാലാവസ്ഥ എല്ലുകൾക്ക് നല്ലതായിരിക്കും. പിന്നെ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഗുണമായിരിക്കാം. മുത്തശ്ശി, എനിക്ക് തോന്നിയത് മരുന്നും കാലാവസ്ഥയും കാരണമാ മുത്തശ്ശിക്കുണ്ടായിരുന്ന വേദന ഇത്ര പെട്ടെന്ന് മാറിയതെന്ന്. ആ ശരിയാ.
പിന്നെ കുറച്ച് നീ കാരണവും. ഇത് വളരെ നല്ല കാര്യമാണല്ലോ. ഇനി നമുക്ക് എക്സസൈസ് കുറച്ചൊന്ന് കുറയ്ക്കാം. പക്ഷെ നിർത്താൻ പറ്റില്ല. വേണ്ട വേണ്ട, എനിക്ക് എക്സർസൈസ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാ. പിന്നെ കാലിന്റെ വേദന കുറഞ്ഞല്ലോ, അതിന്റെ ആവശ്യമേ ഇല്ല. ഐ ഹേറ്റ് ഇല്ല മുത്തശ്ശി, എക്സസൈസ് നിർബന്ധമായും തുടരണം. മുത്തശ്ശിക്ക് അറിയോ, മുത്തശ്ശിക്ക് വലിയൊരു കുടുംബമുണ്ട്. ഇവിടെ എല്ലാവരും മുത്തശ്ശിയെ സ്നേഹിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. അവരാഗ്രഹിക്കുന്നത് മുത്തശ്ശി എന്നും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാ. മുത്തശ്ശിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാ അത് അവർക്ക് ഒട്ടും സഹിക്കാനാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മുത്തശ്ശി ആരോഗ്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും എത്രമാത്രം സന്തോഷിക്കുമെന്ന്. മുത്തശ്ശിയുടെ മകൻ, മകൾ, മരുമകൾ, ചെറുമകൻ, ചെറുമക്കൾ. മുത്തശ്ശി വളരെ ഭാഗ്യവതിയായ ഒരാളാ. മുത്തശ്ശിയെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരില്ലേ. മുത്തശ്ശിക്ക് വേണ്ടി അല്ലെങ്കിലും അവർക്ക് വേണ്ടിയെങ്കിലും മുത്തശ്ശി ആരോഗ്യത്തോടെ ഇരിക്കണ്ടേ. എനിക്കും അനിയത്തിക്കും സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. ഞങ്ങൾക്കറിയാം കുടുംബമില്ലാത്തതിന്റെ കുറവ് എന്താണെന്ന്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന്. സ്വന്തമെന്ന് കരുതി സ്നേഹിക്കാനും കെയർ ചെയ്യാനും ഞങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ഒക്കെ. നീ ആഗ്രഹിച്ചതുപോലെ നിനക്കും ഒരാളെ കിട്ടട്ടെ, നിന്നെ കെയർ ചെയ്യാനും നിന്നെ ഇഷ്ടപ്പെടാനും നിന്നെ സ്നേഹിക്കാനുമൊക്കെ. ഓ ഭഗവാനെ, എന്റെ വായിൽ നിന്നും നിനക്ക് വേണ്ടി നല്ല വാക്കുകൾ എങ്ങനെയോ വന്നുപോയി. അല്ല, എനിക്ക് നിന്നെ അങ്ങനെ ഇഷ്ടമൊന്നും അല്ല. പക്ഷെ ലോകത്ത് ആരും ഒറ്റയ്ക്കാവുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. പ്രീത, അമ്മയുടെ മസാജ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്റെ കൂടെ വാ, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. എന്റെ സഹായോ? വളരെ അത്യാവശ്യമുള്ള കാര്യം. വന്നേ. എന്റെ അതൊക്കെ പിന്നീട് എടുക്കാം. വാ. അവളെ കുറിച്ചുള്ള നല്ല വാക്കുകൾ എങ്ങനെയോ എന്റെ നാവിൽ വന്നു. എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമില്ലാത്തതല്ലേ. കിരണിനോട് ഞാൻ പറഞ്ഞതാ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ. പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു? എത്ര നല്ല ട്രീറ്റ്മെന്റാ തരുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ പ്രീതയെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓ ഗോഡ്, എത്ര നേരായിട്ട് ഇവരിങ്ങനെ നടക്കുന്നത്. സൂലന്തീവെ പോലുണ്ട്. കയ്യിലൊരു ചാട്ടവാറിന്റെ കുറവേ ഉള്ളൂ. അല്ല, ശരിക്കും ഇവരെ കാണാൻ ഗബ്ബർ സിംഗിനെ പോലെ തന്നെ ഉണ്ട്. ഇപ്പൊ തന്നെ തിരിഞ്ഞു ചോദിക്കും, എപ്പോഴാ ഹോളി? നോ വാട്ട്? കലണ്ടറിൽ നോക്കേണ്ടി വരും. വാട്ട്? ഹോളി എന്താണെന്നുള്ളത് കലണ്ടറിൽ നോക്കേണ്ടി വരും. വാട്ട് ആർ യു ടോക്കിംഗ്? അത് ഞാൻ, മാം എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഈ പൂക്കൾ ഇവിടുന്ന് മാറ്റാനാ. ഏടത്തി എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. ഓക്കെ. അല്ല, ഈ ബാസ് എവിടുന്നാ കിട്ടുന്നത്? മോളിൽ ചെന്നിട്ട് രണ്ടാമത്തെ മുറിയിൽ. ഓക്കെ, ഗുഡ്, താങ്ക് യു. ചേച്ചി, ചേച്ചിയോട് എനിക്ക് കാര്യം പറയാനുണ്ടായിരുന്നു. പ്രീതയ്ക്ക് അറിയില്ല ഞാൻ അവളെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേന്ന്. ചേച്ചിയുടെയും എന്റെയും ചോയ്സ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രീതയോട് പറയാം ഇതിലേതെങ്കിലും ഇഷ്ടമുള്ളൊരു ഫ്ലവർ ചൂസ് ചെയ്യാൻ. അവളുടെ ചോയ്സ് ആരുമായിട്ടാണോ മാച്ച് ചെയ്യുന്നത് നമുക്ക് ആ ഫ്ലവർ തന്നെ ഡെക്കറേഷൻ ബദലിൽ വെക്കാം. ശരി, ആയിക്കോട്ടെ. പ്രീത, മോളെ ഇങ്ങോട്ടൊന്ന് വന്നേ. വീടിന്റെ മെയിൻ ഡോർ അലങ്കരിക്കാനായിട്ട് കുറച്ച് പൂക്കൾ വാങ്ങി വെച്ചിട്ടുണ്ട്. നീ പറയേ ഇതിലേതാ ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന്. മാരിഗോൾഡ് ആണോ അതോ കാനേഷൻസ്? നീ കാനേഷൻസ് അല്ലേ എടുക്കാൻ പോന്നെ? എനിക്കറിയാം, എന്റെ ഫേവറേറ്റാ. ഐ ആം സോറി, പക്ഷെ ഞാൻ ഇതായിരുന്നു എടുക്കാൻ പോയത്. എനിക്ക് ജമന്തിപ്പൂക്കളാ കൂടുതൽ ഇഷ്ടം. ജമന്തിപ്പൂക്കളും മാവിലയും ചേർന്നുള്ള കോമ്പിനേഷൻ വളരെ ശുഭസൂചകമായിട്ടാ കരുതുന്നത്. ഇത് പൂജയ്ക്കെടുക്കുന്ന പൂക്കളല്ലേ. ഇതുണ്ടെങ്കിൽ വീട്ടിലെ എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. കാർണേഷൻസ് പൂക്കളും വളരെ നല്ലത് തന്നെയാ, പക്ഷേ അതിന് ആ ഒരു പ്യൂരിറ്റി ഉണ്ടാവില്ല. ശരി മോളെ, നീ പറഞ്ഞതുകൊണ്ട് ഇത് തന്നെ എടുക്കാം. എന്നെ ഒന്ന് സഹായിക്കാമോ ഈ പൂക്കളൊക്കെ വാതിലിൽ വെക്കാനായിട്ട്? പിന്നെന്താ. ശരി, വാ. സൂക്ഷിച്ച്. ചേച്ചി, പ്രീത സെലക്ട് ചെയ്തത് എനിക്കിഷ്ടമുള്ളതാ. എടത്തി, ഈ പൂക്കളൊക്കെ നിസാരല്ലേ. എന്നെ ബാധിക്കുന്ന കാര്യമൊന്നും അല്ലിത്. ഏടത്തിക്ക് ഏതാണോ ഇഷ്ടം അത് വെച്ചോളൂ. ഓക്കെ. ഈ ഏടത്തിക്ക് പ്രീതയുടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ആദ്യമായിട്ടാ എന്നെ എതിർത്തൊരു കാര്യം ചെയ്യുന്ന പ്രീത എനിക്കെതിരായിട്ടാ നീങ്ങിയത്. ഇവക്ക് ഇത്രയ്ക്ക് ധൈര്യോ? കവിതയ്ക്കെതിരായി ആര് നീങ്ങിയാലും അവരെ കവിത വെറുതെ വിടാറില്ല. അവളെ ഒരു പാഠം പഠിപ്പിച്ചേ തീരൂ. അയ്യോ ആന്റി, ആന്റി ഇതൊന്നും ചെയ്യണ്ട.
ചെയ്യണ്ട, താഴെ ഇറങ്ങിക്കേ, ഞാൻ ചെയ്തോളാം. ഇതെങ്ങനെ പറ്റിയത്? പ്ലീസ്, ഈ ജോലി ഞാൻ ചെയ്തോളാം. ആന്റി പെട്ടെന്ന് പോയി ഇതിലെന്തെങ്കിലും ആന്റിസെപ്റ്റിക് മരുന്ന് മോളെ, പോലെ. അതിന് നിന്നെ കൊണ്ട് പറ്റുമോ ഇത് ചെയ്യാൻ? ആന്റി ഒട്ടും തന്നെ ടെൻഷൻ ആവണ്ട, എനിക്ക് ഈ ജോലി ചെയ്ത് നല്ല പരിചയമുള്ളതാ. ആന്റി ചെല്ല്, ചെന്നെന്തെങ്കിലും മരുന്ന് വരട്ടെ, ചെല്ല്. ഇതിന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നത്. ഇനി ഇവളാ തോരണം കെട്ടുന്നത്. ഓ ഗോഡ്, ഐ കാണ്ട് ബിലീവ് ദിസ്. മാം, ഈ വാസ് എവിടെ വെക്കേണ്ടത്? അവിടെ തന്നെ വെച്ചേക്ക്. ഓക്കെ. ഞാൻ പറയുന്നത് കേക്ക്. ഇങ്ങ് വന്നേ. യെസ് മാം. ആ പെൺകുട്ടിയെ കണ്ടോ? ആ തോരണം കണ്ടില്ലേ? ഡോണ്ട് ടെൽ മീ ആ തോരണം കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന്. അത്രയ്ക്ക് വലിയ സംഭവമൊന്നുമല്ല അത്. ഒരു സാധാരണ കോമൺ ആയിട്ടുള്ള തോരണം. എക്സാക്ട്ലി. ആ പെൺകുട്ടി തന്നെയാ ഈ വൃത്തികെട്ട തോരണം സെലക്ട് ചെയ്തത്. ഐ മീൻ സീരിയസ്ലി, ഈ മിഡിൽ ക്ലാസ്സുകാരുടെയൊക്കെ ചോയ്സ് എന്നാണോ നന്നാവുന്നത്? നിനക്കറിയാമോ, ഈ പെൺകുട്ടിയുടെ ലക്ഷണങ്ങൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഈ വീട്ടിലെ സ്വത്തുക്കളുടെ മേൽ അവക്കൊരു കണ്ണുണ്ട്. ചിലപ്പോ ഈ വീട്ടിലെ മൂത്ത മകന്റെ ഒപ്പം ആയിരിക്കും, ചിലപ്പോ ഇളയ മകന്റെ ഒപ്പം പാചകം അടിച്ചിരിക്കും. ഇതിൽ നിന്ന് കാര്യം വ്യക്തോ, മൂത്തവനായാലും ഇളയവനായാലും സ്വന്തം ജീവിതം എങ്ങനെയെങ്കിലും നേരെയാക്കി എടുക്കണം. അത്ര എനിക്കിപ്പോ തോന്നുന്നത് ഇവളെ താഴേക്ക് തള്ളി വീഴ്ത്താനാ. ഏയ്, ഞാൻ പറഞ്ഞ ഈ ജോലി നിനക്ക് ചെയ്യാമോ? ഐ മീൻ, അവളെ എങ്ങനെയെങ്കിലും താഴെ തള്ളിയിടണം. ഞാനോ മാം? നോക്ക്, നീ എന്റെ ഈ ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരാഴ്ച കിട്ടുന്നതിന്റെ ഡബിൾ സാലറി തരാം. ഡബിൾ സാലറി? യാ. ആലോചിക്ക്. ഷുവർ മാം, ഐ കൻ ഡു ദിസ്. ചേച്ചി ഇവിടെ? ഓ മൈ ഗോഡ്, എന്നുവെച്ചാ ബംഗ്ലാവിന്റെ പുറത്ത് ഞാൻ കാണാത്ത ആ പേര് നമ്പ്യാരെന്നാണോ? ഞാൻ ആക്ച്വലി കിരൺ നമ്പ്യാറിന്റെ വീട്ടിലെ കല്യാണത്തിന്റെ ജോലിയാണോ ചെയ്യുന്നത്? ഏയ്, ഞാൻ നിന്നോട് എന്ത് ചെയ്യാനാ പറഞ്ഞേ? എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഓ ആ ഗോ. ജോലിയൊക്കെയായിരുന്ന ആദ്യ ദിവസം തന്നെ ഞാൻ ലേറ്റ് ആവാനോ? അല്ല, ഇത് ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലല്ല ജോലി കിട്ടിയിരിക്കുന്നത്. കിരണില്ലേ, അയാളുടെ മുത്തശ്ശിയുടെ ഫിസിയോ ആയിട്ടാണ് എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇവരോട് പറഞ്ഞേക്കമ്മേ, എന്റെ വാടക തരാതെ ഈ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ലെന്ന്. എന്നെ അമ്മയെ കണ്ടില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഇവരുടെ അച്ഛൻ ഇവർക്ക് നൽകിയ സംസ്കാരത്തിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ എന്റെ കാശ് തരാതെ ഇവിടെ നിന്നും പോകില്ല. കാശ് അല്ലെങ്കിൽ സഹോദരി കാശ്? വെറും കാശല്ല, ഡബിൾ കാശ്. ഡബിൾ കാശോ അതോ സിംഗിൾ സഹോദരിയോ? ഓ ഗോഡ്, കാശ് കാശ്. അതെ, കാശ്, റെന്റ് കൊടുക്കാനുള്ള കാശ്. ചേച്ചി എന്തായാലും അറിയാം ഞാനാ വീഴ്ത്തിയതെന്ന്. അത് മനഃപൂർവ്വം. എന്നെ ഒരുപാട് വഴക്ക് പറയും. ശരിക്കും വിഷമം തോന്നുന്ന ചേച്ചിക്ക് എനിക്കും നല്ല വിഷമാകും. പക്ഷെ ഇന്നത്തെ കാലത്ത് കാശൊരു പ്രധാന ഘടകമാണ്. ഡബിൾ സാലറി. എന്റെ കാര്യം നടന്നു കിട്ടും. വേണ്ട 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 സൃഷ്ടി, എത്ര കോടികൾ കിട്ടിയെന്ന് പറഞ്ഞാലും അത് ചേച്ചിയെക്കാളും വലുതല്ല. കുറച്ച് കാശിന് വേണ്ടി മാത്രം സ്വന്തം ചേച്ചിയെ വീഴ്ത്താന്നൊക്കെ പറഞ്ഞ എനിക്കിങ്ങനെ ചിന്തിക്കാൻ പോലും എങ്ങനെ പറ്റി? പക്ഷെ കാശ്, ഓ ഗോഡ്, എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിരുന്നെങ്കിൽ ചേച്ചി വീഴുകയും വേണം, പക്ഷെ മുറിവൊന്നും പറ്റാനും പാടില്ല. എങ്ങനെ എങ്ങനെ ഗോ. ഓഹോ, ഈ രോഹിത് നമ്പേര് വരുന്നുണ്ട്. അന്ന് എന്നെ രക്ഷിച്ചു, ഇന്ന് ചേച്ചിയെ രക്ഷിക്കും.
നീയൊക്കെ ഓട്ടെ. താങ്ക് യു. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. എന്നെ താഴെ ഇറക്കാമോ? ഓ സോറി സോറി. സോറി താങ്ക് യു. ഷീ ഈസ് സോ സ്മാർട്ട്. താങ്ക് യു സോ മച്ച് സാർ, എന്നെ നിലത്ത് വീഴാതെ രക്ഷപ്പെടുത്തിയതിന്. എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുമായിരുന്നു. പിന്നെ ഇതെങ്ങനെയാ? അറിയില്ല, ഞാൻ തന്റെ മുഖത്തേക്ക് തന്നെ ഞാൻ തന്റെ മുഖത്തിന് മുകളിലായ ആ പൂക്കൾ വാതിലിൽ വയ്ക്കുന്നത് നോക്കിയായിരുന്നു. ലാഡറിന്റെ കുഴപ്പമാവും. എന്റെ ദൈവമേ. ഞാൻ ഒരു മിനിറ്റ് ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. രോഹിത്, പ്രീത മോളെ, അത്യാവശ്യമായിട്ട് നിന്നോട് സംസാരിക്കാനുണ്ടല്ലോ, വന്നേ. ശരി. എന്റെ കുഞ്ഞു സൃഷ്ടി ഭക്ഷണം കഴിച്ച് തീർന്നല്ലോ. ശരി, ഇനി മടിയിൽ നിന്ന് ഇറങ്ങിക്കോ. ഇനി എനിക്ക് പ്രിയ ചേച്ചിക്ക്, ബുൾബുൾ ചേച്ചിക്ക്, പിന്നെ ഇനി മോള് താഴെ ഇറങ്ങിക്കേ. ഇല്ല അമ്മ, എനിക്ക് അമ്മയുടെ മടിയിലിരുന്ന് ഉറങ്ങണം. എന്റെയും അമ്മയാണ്, എനിക്കും അമ്മയുടെ മടിയിലിരിക്കണം. വേണ്ട, നീ മാറ്. എന്റെ അമ്മയാണിത്. ഇതെന്റെ അമ്മയാണ്. നീ മാറില്ല. ശരി, ഞാൻ 4 പേരുടെ അല്ല, നിങ്ങൾ 2 ആളുടെ മാത്രം അമ്മയാ. സമാധാനമായി 2 പേർക്കും. ഇനി 2 ആളും ചേർന്ന് എന്നെ മുറുകെ പിടിച്ചോ. സർള, നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവർ 2 പേര് ഇവിടെ വന്ന് കയറുമ്പോൾ നിന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട അവർക്ക് ഇഷ്ടമാവില്ല. അവരുടെ കുട്ടിക്കാൽ ഓർത്തത് അമ്മേ. സൃഷ്ടി എന്റെ മടിയിൽ നിന്ന് ഇറങ്ങുകയില്ലായിരുന്നു. അവക്ക് എപ്പോഴും എന്റെ മടിയിലിരിക്കാനായിരുന്നു ഇഷ്ടം. എപ്പോ നോക്കിയാൽ എന്റെ പിറകെ നടക്കും. എന്റെ കൈ കൊണ്ട് ഭക്ഷണം കൊടുത്താലേ കഴിക്കും. എന്റെ കൂടെ കിടന്ന് ഞാൻ താരാട്ട് പാടി കൊടുത്താലേ അവൾ ഉറങ്ങും. അപ്പൊ പ്രീതയെ ഓടി വരും. ഞാനും അമ്മയുടെ അടുത്തിരിക്കുമെന്ന് പറയും. എനിക്കും അമ്മ ഭക്ഷണം വാരി തരണോന്ന് പറയും. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയയും ബുൾബുളും അങ്ങനെയൊന്നും ചെയ്യാറില്ലെന്ന്. അവർ 2 പേരും കണ്ടില്ലേ മര്യാദയ്ക്ക് ഭക്ഷണം ഇരുന്ന് കഴിക്കുന്നതെന്ന്.